ഒരുപാട് പേരെ ആത്മീയരാണെന്ന് പറയുകയും ചെയ്യും. അവർ ചിലരുടെ വായിന്ന് വരുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ പറയത്തില്ലേ, യോ എന്തൊക്കെയായി വായിന്ന്, മൂക്കത്ത് വിരൽ വെച്ചു. അത്ര കഠിനമായ വാക്ക് പറയുന്നുണ്ട്. അത് ലേഖനത്തിലുണ്ട്, യാക്കോബ് ലേഖനത്തിൽ തന്നെ ഉണ്ട്. 5 അധ്യായങ്ങളാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത്. 5 അധ്യായങ്ങൾ. ഞാൻ ശാന്തമായിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ലോ? ഇല്ല. സാധാരണ പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ ഇളക്കമാണ് കൂടുതൽ. ഒരുപാട് അലറിയില്ലെങ്കിൽ പറയും ഒരു വലിയ ഉണർവൊന്നും പാസ്റ്റർക്ക് വലിയ ശുശ്രൂഷയില്ലെന്ന കൊണ്ടുപോകാനും അലറണം. അലറി കസാരയ്ക്ക് ഇടയ്ക്ക് കൂടെ വന്ന് മറിച്ചിട്ട് അതിന് പറയുന്ന പേരാണ് എന്തുവാ, ഭയങ്കര ഉണർവായിരുന്നു. ഉണർവ് ശരിക്കും പറഞ്ഞ ബഹളമൊന്നുമല്ല. ഉണർവ് ശരിക്കും പറഞ്ഞ അനുതാപവും കരച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഉണർവ്. അത് വചനം കേൾക്കുമ്പോൾ ഇരുന്ന് കരയുകയാണെങ്കിൽ ഉണർവാണ്, ബഹളം വെക്കുന്നതല്ല. കീബോർഡിൻ്റെ അകമ്പടി 25,000 വാട്ട്സിൻ്റെ സിസ്റ്റം എല്ലാം കൂടെ വെച്ച് ബഹളം ഉണ്ടാക്കുന്നതല്ല ഉണർവ്. കരച്ചിലും അനുതാപവും ഉണ്ടാകുന്നിടത്ത് വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെടും. ആത്മീയ ലോകത്ത് ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്ന ഒന്നാണ് കരച്ചിലും നിലവിളിയും അനുതാപവും മാനസാന്തരവും ഇല്ലാതെ. അപ്പം യാക്കോബ് 5 പുസ്തകങ്ങളിൽ ഓരോ അധ്യായത്തിലും ഓരോ പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ടെസ്റ്റ്, ടെംപ്റ്റേഷൻ, പരിശോധനയും പ്രലോഭനങ്ങളും. പരിശോധനകളെ, പ്രലോഭനങ്ങളെ എങ്ങനെ വിജയിക്കാൻ പറ്റും, ഇത് രണ്ടും വിശ്വാസിക്കുണ്ട്. ടെസ്റ്റും ടെംപ്റ്റേഷനും. കർത്താവ് നമ്മളെ പരീക്ഷിക്കത്തില്ല, കർത്താവ് നമ്മളെ പരിശോധിക്കും. കർത്താവ് നമ്മളെ പരിശോധിക്കും. പരിശോധിക്കുന്നത് മറ്റൊന്നിനുമല്ല, പരിശോധിക്കുന്നത് നമ്മൾ പൊന്നുപോലെ പുറത്തു വരാൻ വേണ്ടിയാണ്. അതിന് പരിശോധന. ആർക്കും ഇഷ്ടമല്ലല്ലോ പരിശോധന. എന്നെ അങ്ങനെ ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ടെസ്റ്റിങ്ങിന് കേറ്റൊക്കെ ചില വണ്ടി ഒരു 15 വർഷം കഴിയുമ്പോൾ റീടെസ്റ്റാണ്. മുഴുവൻ പേപ്പറും എന്ത് ചെയ്യണം, പുതുക്കണം. പിന്നെ ടൈമിന് വർക്ക്ഷോപ്പിൽ കയറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷോറൂമിൽ കയറ്റി സർവീസ് ചെയ്യണം. ഓയിൽ ചേഞ്ച്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാതെ വണ്ടി കൊണ്ട് നടക്കുന്ന പാർട്ടികളും ഉണ്ട്. അപ്പോൾ ആ വണ്ടിക്ക് കേട് വരുമ്പോൾ അവർ പറയുന്നത് ശത്രുവിൻ്റെ പോരാട്ടമാണ്. ശത്രുവിൻ്റെ പോരാട്ടമല്ല, നമ്മൾ കൃത്യം ഓയിൽ ചേഞ്ച് ചെയ്യത്തില്ല, അതിൻ്റെ കൃത്യം കാര്യങ്ങൾ ചെയ്യത്തില്ല. ഇപ്പം ഇടയ്ക്ക് ഉപവാസവും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ വർക്ക്ഷോപ്പിൽ കയറ്റുക. സ്തോത്രം. ടോട്ടലി നമ്മളൊരു സർവീസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. ഒരു മാസത്തിൽ വിടും. ഞാനായതുകൊണ്ടാണോ അതോ? സ്തോത്രം. അപ്പോൾ ടെസ്റ്റ് ചെയ്യും കർത്താവ്. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും. അതിൽ വിജയിക്കണം. പിന്നെ അടുത്ത വിഷയം ഞാൻ കൊടുക്കുന്ന പ്രലോഭനം പുറത്തുനിന്നല്ല, പ്രലോഭനം അകത്തു നിന്ന് വരുന്നത്. പ്രലോഭനങ്ങൾ, അത് മോഹം. പിശാച് കർത്താവിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഈ കല്ലുകളെല്ലാം അപ്പമാക്കി തിന്നു. ഒറ്റ സെക്കൻഡ് പറഞ്ഞാൽ ഈ കല്ലുകളെല്ലാം എന്താവും? അപ്പമാവും. അവിടെ കർത്താവ് ഉടനെ പറഞ്ഞിട്ട് അങ്ങനെയാണോ പറഞ്ഞത്? എല്ലാ കല്ലും അപ്പമാകട്ടെ. അവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൊടുക്കുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അടുത്ത പിശാച് പറയുന്ന പ്രലോഭനമാണ്. എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഞാൻ ഈ കാണുന്ന മുഴുവൻ നിനക്ക് തരും. എന്നെ ജസ്റ്റ് വീണൊന്ന് നമസ്കരിച്ച. അങ്ങനെ നമസ്കരിച്ചാൽ മുഴുവൻ തരാമെന്ന് പറഞ്ഞു. ഇത് കാണുന്ന എല്ലാം നിനക്ക് തരാവുന്നു.
അവിടെ കർത്താവ് വിജയിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുത്. സ്തോത്രം. അപ്പോ ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്യായിരുന്നു. വിശ്വാസത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഈ അടുത്തിടെ ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ വിശ്വാസത്തിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു വലിയ കുഴപ്പം ഇല്ലെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ചെറിയ കുഴപ്പം ഉണ്ട്. എൻ്റെ പാസ്റ്റർ വലിയ കുഴപ്പമില്ലാതെ ഒരു തരക്കേടില്ലാതെ ഇങ്ങനെയൊക്കെ പോന്നു. ഈ പോരാട്ടമൊന്നും എല്ലാവരോടും ഇല്ല. പ്രാർത്ഥിക്കുന്നവരോടും വിശുദ്ധ ജീവിതം നയിക്കുന്നവരോടാണ് പിശാചിൻ്റെ പോരാട്ടം. അല്ലാത്തവരോടൊന്നും പിശാച് അവരുമായിട്ടൊരു ധാരണയിലല്ലേ പോകുന്ന പിശാച്. അവരുമായിട്ടൊരു ധാരണയില്ല. സീരിയൽ കാണാം, കുഴപ്പമില്ല. തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലെങ്കിലും യൂട്യൂബിൽ കൂടെ കാണാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാം. കർത്തൃമേശ എല്ലാ പ്രാവശ്യവും എടുക്കേണ്ട, ഇഷ്ടമുള്ളപ്പോൾ. സ്നാനപ്പെട്ടെന്ന് പോകുന്ന സ്നാനപ്പെട്ട ആദ്യത്തെ ആഴ്ച എടുത്തല്ലോ, അതിന് കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യവും എടുക്കണമെന്നൊന്നും നിങ്ങളെ പറ. അങ്ങനെ എല്ലാ പ്രാവശ്യവും എടുക്കാത്തവരുണ്ടല്ലോ. കർത്തൃമേശയുടെ സമയം വരുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിലോട്ട് പോകും. അത് കഴിയുമ്പോൾ തിരിച്ചു വരും. കർത്തൃമേശ എടുക്കാത്തൊരു വിശുദ്ധയുമനം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അവരുടെ നിന്ന് വിശുദ്ധയുമനം മേടിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഇത് കൂട്ടായ്മയില്ലല്ലോ ക്രിസ്തുവായിട്ട്. ഇതെടുത്തില്ലേ നിനക്ക് എനിക്ക് എന്നോട് തമ്മിൽ എന്തില്ല, കൂട്ടായ്മയില്ലെന്നല്ലേ ദൈവം. ഒരു സെക്കൻഡ് തെറ്റ് പറ്റിയ ഒരു സെക്കൻഡ് ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സെക്കൻഡ് പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി ആഭരണമായി നൽകി, പാപത്തിന്റെ സകല കറകളെയും കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. സ്തോത്രം. ഇരിക്കുന്ന ഇരിപ്പുള്ള ഒരു വാക്ക് പറഞ്ഞ് ഏറ്റു പറഞ്ഞ നിമിഷം കരുണ തരിക. അത് ഈ മരണം വരെ ഉള്ളൂ കേട്ടോ. മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഇടപാട്. അത് കഴിഞ്ഞിട്ടൊരു പരിപാടി നടക്കത്തില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറവ് കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞോണ്ട് അതിന് ശേഷം പറ്റത്തില്ല. സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ടെസ്റ്റ്, പ്രലോഭനം, ഇവരെ എങ്ങനെ ജയിക്കാമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിൽ പ്രസംഗവും പ്രവൃത്തിയും ഒരുപോലെ. എന്ത് പ്രസംഗിക്കുന്നു അത് പ്രവർത്തിക്കുക, രണ്ടും ഒരുപോലെ കൊണ്ടുപോവുക. അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? 3-ാം അധ്യായത്തിൽ നാവിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. 3-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ നാവിൻ്റെ നിയന്ത്രണം. ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവയവമാണ് ഏതാ? ചെറിയ അവയവമെങ്കിലോ വലിയ കാട് കത്തിക്കും. നാക്ക് വലിയൊരു വിഷയമാണ്. ഇപ്പം ആരോടും ഒന്നും പറയാനൊക്കത്തില്ല. സ്തോത്രം. അതെ, കപ്പലിനെ വരെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ കപ്പലിനെ ഒരു നങ്കൂരം ഇട്ടല്ലേ എന്നെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നാവിനെ നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. 32 പല്ലിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ചെറിയ അവയവം. അയ്യോ,
നാവ് ഒരു തീയാവും. വലിയ ബമ്പൻ കാട് കത്തിക്കുന്നു. സ്തോത്രം. ഇന്നേലും ഇങ്ങനെ കുഴപ്പമോ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കൈയടിക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട, കൈയടിക്കാം. കൈയടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഞാനിവിടെ എതിരല്ല. ആത്മാവിൻ്റെ പ്രേരണ വരുമ്പോൾ എന്ത് ചെയ്യണം? കൈയടിക്കണം. സ്തോത്രം പറയാൻ പ്രേരണ വരുന്നെങ്കിൽ സ്തോത്രം പറയണം. അന്യഭാഷയിൽ ആരാധിക്കുക. പിന്നെ അതെല്ലാം ഇവിടെ സ്വാതന്ത്ര്യമുള്ള സഭയല്ലേ ഇത്? പ്രൈസ് ഗോഡ്. പക്ഷേ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു നാവിനെ നിയന്ത്രണമില്ലാത്തൊരു അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യരുത്. സ്തോത്രം. ഇവിടെ യാക്കോബ് പറയുന്നൊരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കോ. 3:12. സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഒന്നുകൂടെ വായിച്ചേ. സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? അത്തിയിൽ ഒലിവും മുന്തിരിയിൽ അത്തിപ്പഴവും കായ്ക്കുമോ? ഒരിക്കലും കായ്ക്കത്തില്ല. പിന്നെ ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ഉപ്പുറവയിൽ നിന്ന് ഒരിക്കലും മധുരിക്കുന്ന ഉറവ പുറപ്പെടത്തില്ല. പിന്നെ ഇനി വായിക്കേണ്ട വാക്യം 10-ാം വാക്യം. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. യാക്കോബ് പറയുന്ന അവിശ്വാസിയോടല്ല, പിന്നെ ആരോടാ? വിശ്വാസിയോട്. തകർത്ത് വാരുന്ന വിശ്വാസിയോട് പറയാ. സ്തോത്രം. അപ്പൊ ഈ അന്നത്തെ കാലത്ത് ഈ നാവിന് വെല്ലും ബ്രേക്കും ഇല്ലാത്തവര് അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ വാക്യമൊക്കെ വളരെ വിശദീകരിക്കേണ്ട വാക്യം, പക്ഷെ ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ് നിർത്താം. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും പുറപ്പെടും, പിന്നെ ശാപവും. ശവനനാമത്തിലുള്ള പോരുകളെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനൊന്നും, തിങ്കളാഴ്ച ആയിരുന്നെങ്കിലോ എൻ്റെ പൊന്നെ, പുള്ളി സൺഡേ ആയതുകൊണ്ടാ പുള്ളിക്കാരത്തി സഭായം കഴിഞ്ഞ് ഞാൻ വരട്ടെ. സഭായോ കഴിഞ്ഞ് ഞാൻ വരട്ടെ. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്തോത്രം പറയുന്ന, അന്യഭാഷ പറയുന്ന, ആരാധിക്കുന്ന, വെളിപ്പാട് പറയുന്ന നാവ് കൊണ്ട് എങ്ങനെ ശപിക്കാൻ പറ്റുമെന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ തെറി വിളിക്കാൻ പറ്റും? ലൈവ് ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഓർത്താ ഇതൊന്നും വേണ്ടെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ സാധാരണ പ്രസംഗിക്കുന്ന ഇഷ്ടം. സ്തോത്രം. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളകത്ത് ഇതില്ലായിരുന്ന കുറച്ച് കാര്യം പറയാമായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ല അസഭ്യം പറയാനാണ് കേട്ടോ. ശുദ്ധീകരണത്തിൻ്റെ ദൂത് പറയുന്ന കാര്യമാണ്. നമ്മൾ ദിവസേന ശുദ്ധി. ആരും ഇതിനകത്ത് പെർഫെക്റ്റ് ആയ ഒരു ആരും ഇതിൻ്റെ അകത്ത് പറഞ്ഞേ അല്ലോ ഉണ്ടോ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. സഭയ്ക്കകത്ത് ദൈവം നമ്മളെ കൊണ്ടുവരിക്കുന്ന ഒരു ചിന്തൻ പറഞ്ഞു. ഒരിക്കലും ഒരു സ്നേഹിതൻ ദൈവാസം പറഞ്ഞു, അത് ഞാൻ കടമെടുത്തു പറഞ്ഞു. സഭയ്ക്കകത്ത് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് വിശുദ്ധന്മാരായതുകൊണ്ടല്ല, വിശുദ്ധരാകാൻ വേണ്ടിയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു ചിന്ത ഞാൻ കടമെടുത്തു പറഞ്ഞതേ ഉള്ളൂ. വിശുദ്ധന്മാർ മാത്രമല്ല, അത് വിശുദ്ധരായിക്കൊണ്ടിരിക്കുക. പൗലോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ ദിവസേന ഓരോ ദിവസവും കൊല്ലേണ്ടതിനെ കൊല്ലണമെന്ന്, മരിപ്പിക്കേണ്ടതിന് പറ. എൻ്റെ അപ്പം പറയുമായിരുന്നു, സ്നാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം, കരയ്ക്കൊന്ന് കയറി വന്നിട്ട് ഒരു ബേസം വെള്ളം എടുത്തിട്ട് നാക്കൂടെ മൂക്കണമെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വായെല്ലാം അടച്ചു പിടിച്ചേക്കല്ലേ.
ഓൾ ബോഡീസ് എല്ലാം മുങ്ങി. ഓക്കെ, ഉള്ളിൽ നർമ്മം പറയുന്ന എൻ്റെ അപ്പം പ്രസംഗത്തിന് പറയുന്നത് നർമ്മം. അയ്യോ, നാക്ക് മുങ്ങാത്തവരുണ്ട്. പറച്ചിലൊക്കെ ആരാധനയ്ക്ക് കത്തുന്ന കണ്ടാൽ പണ്ടൊരുത്തൻ ആരാധിക്കുന്നതിന് ചക്കിനടിച്ച തമ്പേറ് അടിച്ചിട്ട് അവൻ മുന്നോട്ട് നീക്കി വെച്ച ഈ കെണ്ടൊക്കെ ഉണ്ട്. പിന്നെ പുള്ളി പറയാത്തൊന്നുമില്ല. കത്തി നിന്നപ്പോൾ അവർക്ക് ചെറുക്കം തമ്പേറ് അടിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ഈ കെണ്ട. കേട്ടോ, ആ പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പെട്ടെന്ന് ചിലര് നിറം മാറുന്നത്. ചിലരോട് നമുക്ക് പെട്ടെന്ന് സംസാരിച്ചിരിക്കാനും നോക്കത്തില്ല. അവരെപ്പോഴും അവരുടെ ഭാവം മാറുന്നെന്ന്. ചിലരോട് നമ്മൾ പറഞ്ഞില്ലേ, പാസ്റ്റർ ആ പുള്ളിയോട് സൂക്ഷിച്ച് എന്ത് ചെയ്യുള്ളൂ, സംസാരിക്കുകയുള്ളൂ. സഭയുടെ സെക്രട്ടറിയാ, ശരിയാ, സൂക്ഷിച്ച്. ഇങ്ങനെയുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രവും ശാപവും ഒരു നാവിൽ നിന്ന് പുറപ്പെടാൻ പാടില്ലെന്ന് യാക്കോബ് പറയാ. സ്തോത്രം പറയുന്നെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതുമായിരിക്കണമെന്നും. നമ്മുടെ വാക്ക് ആർക്കെങ്കിലും രുചി വരാൻ പറ്റിയിട്ടുണ്ടോ? അയ്യോ, എനിക്ക് തുള്ളാൻ പറ്റുന്നില്ല പാസ്റ്ററെ. തുള്ളുന്ന കാര്യം വല്ലതും പറ. എനിക്കൊന്ന് ഇളകണമെന്ന്. പണ്ട് ഞാനൊരു യോഗത്തിന് പോലെ അമ്മ എനിക്കൊന്ന് ഇളകണമെന്ന്. ഇളകാൻ പറ്റുന്നവല്ലോ നിങ്ങൾ അവിടെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾ വന്നത് അബദ്ധമല്ല. സ്തോത്രം. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടേണ്ട സ്തോത്രം അത്രേ പുറപ്പെടേണ്ടത് എഴുതിയേക്കുന്നത്. ഇപ്പം എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ഒത്തില്ല. ഒരു കാപ്പി സ്തോത്രം, ചായ ഉണ്ടോ സ്തോത്രം. പക്ഷെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണ്ടേ? ഞാൻ എന്നെ കൂടെ ചേർത്തോണ്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ നീതിമാനെ നിന്നുകൊണ്ട് പറയല്ല, ഞാൻ എന്നെ കൂടെ ചേർത്തോണ്ട് എന്നോടും കൂടെ ദൂത് സംസാരിക്കുക. നാവിനെ നിയന്ത്രിക്കണം. സ്തോത്രം. ഒരുത്തൻ മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കരുത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഒറ്റ വാചകമാണ്, ശത്രുവിനെ സ്നേഹിപ്പീൻ. ശത്രുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? 2022 തീരുന്നതിന് മുമ്പേ എന്നോട് വാദിച്ചവനോട് ഏട്ടപ്പെട്ടു എൻ്റെ കണ്ണിന് മുമ്പാകെ കാണണം. എനിക്ക് എൻ്റെ കണ്ണിന് മുമ്പാകെ എന്നെ കാണിക്കണം. അപ്പോഴാണ് അവൻ കൊടിമരത്തെ കയറി കുരുമുളക് പറിക്കാൻ കയറിയതാ. ഒരു ചെറിയ പാളിച്ച് സംഭവിച്ചു, താഴോട്ട് വീണു മെഡിക്കൽ കോളേജിൽ. ദൈവം സന്ദർശിച്ചു തുടങ്ങി. ദൈവം നമ്മുടെ ചിന്ത കണ്ട സന്ദർശിച്ചു തുടങ്ങി. എൻ്റെ ഉപവാസം വെള്ളം കുടിക്കാതെ ഞാൻ 3 ദിവസം ഇരുന്നത് എന്തിനാന്ന്? ഇത് കാണാൻ വേണ്ടിയായിരുന്നു എന്നെ പോസ്റ്റ്. ഏത് പ്രമാണം? എൻ്റെ ഈ പുസ്തകത്തെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ വാക്യം കണ്ടില്ല. സ്തോത്രം. ക്രൂശിൽ കിടന്നുകൊണ്ടും കർത്താവ് പറയാ, ഇവരോട് ക്ഷമിക്കണേ, ഇവരോട് ക്ഷമിക്കണേ. ഒരു വാചകം കൂടെ കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ. നമ്മുടെ കർത്താവിനെ ചെയ്തൊക്കെ ഓർത്ത കണ്ണ് കെട്ടി കന്നത്തടിച്ചു, കണ്ണ് കെട്ടി കന്നത്തടിച്ചു. ആരാ നിന്നെ അടിച്ചേ? പത്രോസിനോട് കർത്താവ് ചെവി പറഞ്ഞു, ഒരു ഫോട്ടോ എടുത്ത് വെച്ചൊരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ആദ്യം അവൻ്റെ വീട്ടിലോട്ട് പോവാം.
ആദ്യം അവനിട്ട് പണി കൊടുക്കണം. 3 ദിവസത്തെ കാലാവധിയുള്ളൂ. എടുത്തു വെച്ചോ ഫോട്ടോ. ആണോ? മൽക്കോസ് എന്ന് പറയുന്നവൻ കയറി പിടിക്കാൻ വന്നപ്പോഴത്തേക്കും പത്രോസ് വാളൂരി അവൻ്റെ കാത് അറുത്തുന്ന പ്രസംഗരൊക്കെ പറയാറുണ്ട്. കഴുത്തല വെട്ടിയത്, കാതല കൊണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. കാതറുത്തു. ഉടനെ കർത്താവ് വെരി ഗുഡ്, ഇത്ര 2 പേര് എൻ്റെ കൂടെ നിന്നോണം എപ്പോഴും. അങ്ങനെയാണ് പറഞ്ഞേ. വാൾ ഉറയിലിട. വാളടിക്കുന്നവൻ സ്തോത്രം. ഗിരിപ്രഭാഷണമൊക്കെ നമുക്ക് 31 കിട്ടിയാൽ എത്ര പേര് എടുത്തോണ്ട് പോകും? കുറിവാക്കി എന്തോ അതിന് പറയുന്നത്? 31 31 നറുക്കെടുപ്പ് പോലെ, തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പോലെ പ്രോമിസ് വേഴ്സ് വന്നിട്ട് 10 രൂപ സ്വത്രാഴ്ച ഇടും. ഒരെണ്ണം കണ്ണടച്ച് അങ്ങേ നിന്നിട്ട് നോക്കത്തുള്ളൂ. പണ്ടൊരു സഹോദരിക്ക് വാക്യം കിട്ടിയത് കിട്ടിയ വാക്യം 1 നാഴിക നടക്കാൻ പറയുന്നതിൻ്റെ കൂടെ 2 നാഴിക അത് ഇട്ടിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്തു കിട്ടി. അല്ല, നമ്മൾ എഴുതി വിടുന്ന വാക്യം അങ്ങനത്തെ ആവർത്തന പുസ്തകം 22 1 മുതൽ 15 വരെ നല്ല വാക്യം. ചട്ടി, കൂട്ട, തൊട്ടി, വട്ടി എല്ലാം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് അങ്ങനത്തെ പ്രോമിസ് കിട്ടുന്ന ഇഷ്ടം. എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല. നമുക്ക് തീറ്റി കുറയരുത് മാത്രമേ, എന്താ പറഞ്ഞാലും ഭക്ഷണം കുറയരുത്. പക്ഷേ ഞാനിടയ്ക്കാണ് പഴയ പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഒത്തിരി പാട്ടുകൾ പഠിക്കാനും എനിക്ക് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊരു പഴയ പാട്ടുണ്ട്. കാക്കകളെ നോക്കിടുവിൻ, വിതയില്ല കൊയ്ത്തുമില്ല. കാക്കകളെ വിചാരിപ്പിൻ, വിതയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ട ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ഞാനപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ പോകണമെന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ നിർത്താനൊന്നും തോന്നുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിർത്താനായിട്ട് തോന്നും, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് നിർത്താൻ തോന്നുന്നുണ്ട്. അവരിങ്ങനെ ഇങ്ങനെ ബൈബിൾ പോലും തുറക്കാത്തവരുണ്ട് ഇത്ര നേരമായിട്ട്. കാരണം ഒന്ന് നോക്കാൻ പുള്ളിയുടെ പരുവ് എങ്ങനെയാന്ന് നോക്കിയിട്ട് മതി പുസ്തകം തുറക്കണോ. കൊള്ളത്തിലേ അങ്ങ് ഇറങ്ങിപ്പോയേക്കാം. അതേ പുസ്തകം വെറുതെ തുറന്ന് അതിൻ്റെ സിബ് കൂടെ കളയണ്ട. വേണ്ട, തുറക്കണമെന്നേ ഇല്ല. ഞാൻ ഇവിടെ പുസ്തകം തുറന്നു വെച്ചേക്കല്ലേ. ആട്ടെ, നിങ്ങളുടെ നല്ല മനസ്സിനായി ശത്രുവിനെ ഉറക്കെ പറഞ്ഞാട്ടെ, ശത്രുവിനെ സ്നേഹിക്കണം. ചെറിയ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. 2022 ദൈവം അവനെ വളർത്തണം, ഉയർത്തണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്തോത്രം. അതോടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും. പുറപ്പെടരുത്. കർത്താവ് ക്ഷമിച്ചെങ്കിൽ നിങ്ങളും ക്ഷമിക്കണം. നമ്മുടെ നമ്മുടെ ആപ്തവാക്യം. ക്രിസ്ത്യാനികൾ പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു, അടികൊള്ളുന്നു, കല്ലേറേൽക്കുന്നു, ഈർച്ചവാളാൽ അറക്കപ്പെടുന്നു, വാളാൽ കൊല്ലപ്പെടുന്നു, എന്തുമാത്രം പീഡനം അനുഭവിക്കുന്നു. പക്ഷേ ഇന്ന് വരെ തിരിച്ചടി കൊടുത്തിട്ടില്ല.
സ്തോത്രം. അതാ നമ്മുടെ മാർഗം. അതാ നമ്മുടെ മാർഗം, ക്ഷമിക്കുന്ന മാർഗം. കട്ടൂടെ ഓടിയ ആടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ പാപക്കാട്ടിൽ നിന്നോടിമ ശ്രേഷ്ഠയിടയനെ അഭിതാവരും എന്തോ ക്രൂരമായ മർദ്ദന നമ്മുടെ കർത്താവിനെ ഏൽപ്പിച്ച് അവസാനം കൊടുത്തത് കയ്പ് വെള്ളമല്ലേ? കയ്പ് വെള്ളം. ഇത് സഹിച്ചു നമ്മുടെ കർത്താവ്. അടിയേറ്റ് ചാട്ടവാറാലുള്ള അടി, പ്രഹരം, കാർക്കിച്ച് തുപ്പി. എന്നിട്ടും യെശയ്യാ പറഞ്ഞവൻ ഉരിയാടാതെ അക്ഷരം വേണ്ടിയില്ലെന്ന്. പ്രവാചകൻ പറഞ്ഞവന്റെ പുറമല്ല മൂഴവിജാലകൾ പോലെ കിറപ്പെട്ടു. അവൻ നിന്ദിതനായി പരിഹസിച്ച് കർത്താവിനെ പരിഹസിച്ച്. എന്തുമാത്രം പരിഹാസമാണ് കർത്താവ് സഹിച്ച്. അതെല്ലാം ഓർത്താൽ നമുക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തോണം, കർത്താവ് പരിഹാസവും നിന്നയും കഷ്ടതയും സഹിച്ചെങ്കിൽ നമുക്കും അതുകൊണ്ട്. പത്രോസിൻ്റെ 1 ലേഖനം 2:21 ഒന്നെടുത്ത വാക്യം, ഒരു വാക്യം, അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു എന്ന വാക്യം. 21 ക്രിസ്തുവും വായിച്ചു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവനൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. എന്തോ മാതൃക? എന്തോ മാതൃക? കഷ്ടം അനുഭവിച്ചതുപോലെ, നിന്നയേറ്റതുപോലെ, പരിഹാസമേറ്റതുപോലെ നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയി. നമ്മളെ മാതൃക പിന്തുടരാൻ. അപ്പം നാവിൻ്റെ നിയന്ത്രണം. ഇനി 4-ാം അധ്യായത്തിലെ വിഷയം ശണ്ഠയും കലഹവും എങ്ങനെ ഇല്ലാതാക്കാം. സഭയ്ക്കകത്തിതുണ്ടോ? കൊള്ളാം. അതുകൊണ്ട് അവൻ നമുക്ക് എഴുതിയൊക്കെ തന്നേക്കുക. സഭയ്ക്കകത്തും എന്തുണ്ടാവും? ചിലയിടത്ത് എല്ലാ ആഴ്ചയിലും ഉണ്ട്, ചിലയിടത്ത് വർഷത്തിൽ 1, ചിലയിടത്ത് മാസത്തിൽ 1, ചിലയിടത്ത് കൂടി വരുമ്പോഴൊക്കെയും അവർ കൂടുന്നത് തന്നെ ഇതിനു വേണ്ടിയാ. എന്തെങ്കിലും വിഷയമുണ്ടോ? ചിലർ പറഞ്ഞില്ലേ, ഈ ആഴ്ച ഞാൻ കരുതിക്കൂട്ടിയാ പോകുന്നു. 1-2 വിഷയങ്ങൾ എനിക്ക് എന്ത് ചെയ്താണുണ്ടായി. ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും, സാക്ഷ്യം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇല്ല, ഞാൻ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എന്ത് ചെയ്യും? കൊടുക്കും. പണ്ട് നെറ്റി പൊട്ടിയ ഒരു സഹോദരൻ വന്നപ്പോൾ ഇങ്ങനെ ചുറ്റും കെട്ടിയാവുന്ന പുള്ളിയുടെ പുള്ളിയായിട്ട് ഇച്ചിരി ഈർഷ്യമുള്ളവരുണ്ടായിരുന്നു. ഒരുത്തൻ പുള്ളി അന്ന് സാക്ഷിക്കത്തിന് പാടിയത് പാട്ട് ഏറ്റ പാട്ടായിരുന്നു. ശത്രുവിൻ തല തകർത്തവനെ. ഇത് നല്ല പാട്ടാ. ഉണ്ടോ? പുള്ളിയുടെ തല പൊട്ടിയിരിക്കുകയായിരുന്നു. ഇവർ തമ്മിലൊരു ചെറിയൊരു പോട്ടിയുണ്ട്. അതുകൊണ്ട് പ്രസംഗത്തിനോടൊന്നും കൊടുത്തില്ല, പാട്ടിലും പ്രസംഗത്തിലും കൊടുക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടത്, പണ്ടൊരുത്തൻ കടം മേടിച്ചിട്ട് കടം കൊടുക്കാമെന്നപ്പോൾ അമ്മച്ചിയോടെ കടം മേടിച്ച് എന്ത് ചെയ്താൽ കൊടുക്കത്തില്ല. എല്ലാ ആഴ്ചയിലും ചോദിക്കും,
ഒരു ദിവസം അമ്മച്ച് വിചാരിച്ചു ഇനിയും കിട്ടുന്ന ഇടപാടല്ല, ഇനി വാക്യം എടുത്താലേ പറ്റൂ. ഒറ്റ വാക്യം, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. പുള്ളിക്ക് ഏറ്റു. പുള്ളി യോഗം കഴിഞ്ഞപ്പോൾ പാസ്വേഡ് പറഞ്ഞു, പാഷ ഇന്ന് കൊച്ചമ്മ എനിക്ക് ഇട്ടാക്കി ചേച്ചെന്ന്, ഞാൻ ഒരു 350 രൂപ കൊടുക്കാറുണ്ടെന്ന്. പിറ്റേ ആഴ്ച പൈസ കൊണ്ട് കൊടുത്തു. അല്ല ഇനി അടുത്ത വാക്യമായിട്ട് അമ്മച്ചി. നമ്മുടെയിലാണോ ആയുധമില്ലാത്ത? നമ്മൾ മിക്കവാറും ഒരു വാക്യം പഠിച്ചിരിക്കുന്നത് ഒരുത്തിനിട്ട് കീച്ചാനാ, അല്ല നമ്മൾ ഗുണം പിടിക്കാനല്ല. ഞാൻ കരുതി കൂട്ടി ആ വാക്യം തന്നെ ഞാനിന്ന് സ്തോത്രം ആമേൻ ഒരു അല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചു നേരമായില്ലേ കൈയൊന്ന് ഉയർത്താതിരിക്കുന്നേ. സ്തോത്രം. ഞാനിങ്ങനെ അല്ല പ്രസംഗിക്കുന്നത്, ഇന്നിപ്പോൾ ഇങ്ങനെ. ഇപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ദോഷവാസം കേൾക്കുന്നുണ്ടല്ലോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ സ്റ്റൈൽ. ഇപ്പോൾ സ്തോത്രം. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, തുടക്കമില്ല. ഞാൻ നോക്കാം ഇവിടെ എങ്ങനെയാന്ന്. ശണ്ട എങ്ങനെ ഇല്ലാതാക്കാം? ശണ്ട, കലഹം. ഈ ശണ്ടയും കലഹം ഉണ്ടാകുന്നതിന് കാരണമുണ്ട്. അത് വീട്ടിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ശണ്ടയും കലഹം ഉണ്ടാകാൻ കാരണം വായിച്ചാട്ടെ. പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ചോട്ടെ. 12-ാമത്തെ വാക്യം, 4:12 കണ്ടില്ലേ? ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരെ? നമുക്ക് ഒരു റൈറ്റും ഇതിനത് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് വിധിക്കാൻ ചെന്നാൽ ശണ്ട ഉണ്ടാവും, കൂട്ടുകാരനെ വിധിക്കാൻ ചെന്നാൽ ശണ്ട ഉണ്ടാവും. നീ ആടെ എന്നെ വിധിക്കാൻ എന്ന് അവൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ പുസ്തകം പറയാണ് കൂട്ടുകാരനെ വിധിപ്പാൻ നമുക്ക് റൈറ്റ് ഇല്ല. വിധിപ്പാൻ നീ ആരെന്നാ ചോദിക്കുന്നത്? കുഷ്ഠന്മാർ. അതല്ല കനത്തിലാ യാക്കോബ് ചോദിക്കുന്നത്. പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ തിരുമേശയ്ക്ക് എപ്പോഴും വായിക്കുന്നൊരു വാക്യമാണ്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിപ്പാനും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുവാനും. മനുഷ്യൻ തന്നെത്താൻ, അതിന് നമുക്ക് നേരമില്ലല്ലോ. നമ്മൾ വരുന്നതിന് എന്തിനാ? അവൻ ശരിയല്ല, അവൻ ക്ലിയർ അല്ലെന്ന് എനിക്ക്. നീയോ? ഞാനാരെന്നറിയോ? നമുക്ക് നമ്മൾ ആരാന്ന് അറിയിക്കാനാ വലിയ തിടുക്കം. നീ ആരാന്ന് നമ്മുടെ ഇവിടെ അങ്ങ് അറിയിക്കണ്ട, നീ ദൈവ മുൻപാകെ അറിയിച്ചാൽ മതി. പിന്നെ നമ്മൾ ആരാണെന്നൊക്കെ ആർക്കറിയാം? പിന്നെ എന്നിട്ടും ജീവിച്ചിരിക്കുന്നല്ലോ. നമ്മുടെ പ്രവൃത്തി വെച്ച് നോക്കിയ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരാഗമതിൽ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ചെന്ന് വന്നരാഗമതിൽ. അടുത്ത വാരി ഭയങ്കര ആഴവാ. തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ ശക്തിയാലെ നിത്യം നടത്തണമേ, നിന്നാത്മശക്തിയാലെ ലോകത്തിൻമോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ
ഭാഗ്യങ്ങൾ വെടിഞ്ഞു. വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അന്നേ മരിച്ച് മിക്കവാറും ഇപ്പൊ പോയാലും മിക്കവാറും അങ്ങോട്ട് പോകാൻ സാധിച്ചതാ. സ്തോത്രം. കാര്യം ക്ലിയർ ചെയ്തോണം കേട്ടോ. എപ്പോഴാ മരണമെന്നൊന്നും ചിലപ്പോൾ ഇവിടെ ഇപ്പോഴായിരിക്കും. ഇവിടെ വന്നിരുന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു നേരെ നിത്യത്തിലോട്ടങ്ങ് ഒരാളോടൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ബാക്കി പറ, അത് ബാക്കി പറയാനും പറ്റിയില്ല. നുണ പറഞ്ഞുകൊണ്ടിരിക്കും, നേരെ സ്വർഗത്തിലോട്ട് പോവോ? പറ. വലിയൊരു വിഷയമായിരുന്നു. അതിൻ്റെ എന്തോ എൻ്റെ ക്ലൈമാക്സ് എന്താന്ന് അറിയാനും പറ്റില്ല. പുള്ളി കടന്നു പോവുകയും ചെയ്തു. ഇനി ആരോട് ഈ കാര്യം ചോദിക്കും? എപ്പോഴാന്ന് പറയാനൊക്കത്തില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇനി വീട്ടിൽ അധികം ഇരിക്കാതെ യോഗം ഉണ്ടെങ്കിൽ യോഗത്തിന് വരണം. വീട്ടിലിരുന്നാൽ ചിലപ്പോൾ ആരും അറിയത്തില്ലല്ലോ. കസേരയിലിരിക്കുന്ന ആ ഇരിപ്പ് തന്നെ ഇരിക്കും. പിന്നെ ചെല്ലുമ്പോൾ ഒക്കെ കാലൊക്കെ നൂറക്കണേ വലിയ പാടാണ്. അതും സമയത്ത് നൂറത്തില്ലെങ്കിൽ അതിനെക്കാട്ടി ബെത്തപ്പാടാണ്. ഒരു പരുവാക്കണ്ടേ, ഇത് റെഡിയാക്കണ്ടേ. അതിനെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇവിടെ പോരാങ്കിൽ അത്ര വലിയ കുഴപ്പം. ഒരു പേടി പോലെ എല്ലാവർക്കും. സ്തോത്രം. ദൈവമക്കൾക്ക് മരണത്തിലും പ്രത്യാശയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഈ കാര്യം മരണവാർത്തയെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു ഞെട്ടൽ. എല്ലാത്തർക്കും വിഷയമല്ല. എല്ലാത്തർക്കും എന്താ ജീവൻ പോയ നേരെ ഞങ്ങളുടെ ഒരു പാസ്റ്റർ, പഴയ ഒരു പാസ്റ്റർ പറയുന്നത്, ഈ വീട് പോയാൽ നേരെ തൊട്ട് മുകളിലാണ് എൻ്റെ വീടെന്ന്. നേരെ ആ വീട്ടിലോട്ടങ്ങ് വീടുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. മോളി വീടുണ്ടോന്നുണ്ടായി. സ്തോത്രം. അവിടെ പോകാനുള്ള ഒരു കഥ. അതായത് എപ്പോഴാന്ന് പറയാനൊക്കെ ഒത്തില്ല. ഈ എപ്പോൾ വേണേലും ഒക്കെ ഈ പാട്ടൊക്കെ പാടാം. മരണ വീടുകളിൽ പാടുന്ന പാട്ട് എപ്പോൾ വേണേലും പാടാം. പ്രത്യാശ ഉള്ളപ്പോഴും വീട്ടുപാടത്തിലേക്ക് വീട്ടിലിരിക്കുമ്പോഴൊക്കെ പാടുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെങ്ങാണോ ഇങ്ങനെ ഒരു പാട്ട് അറിയാതെ പാടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു പാട്ടും കിട്ടിയില്ലെന്ന് ചോദിക്കും. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലൂറങ്ങുന്നു, അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നമ്മള് ബസ്സിന് പോകുമ്പോൾ ഈ പാടിപ്പോവോ? അയ്യോ, വീട്ടിലെങ്ങാനും അറിയാതെ പാടിയാൽ ഈ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തൊരു പട്ടി എറിഞ്ഞ് അയ്യാല വഴി എന്തോ ഒരു മണം. ഞാൻ എന്തു പറ്റി ഈ പാട്ടിപ്പം കയറി പാടാൻ? സമയം അടുത്തെങ്കിൽ പോകണമെന്നേ. ഇതിനെ പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നേ? അല്ല, വീടുണ്ടായാലേ പറയാനുള്ളൂ കേട്ടോ. വീടുമില്ല, അങ്ങോട്ട് ചെല്ലുന്ന അവിടെ നേരെ. പിന്നെ ബാക്കിയുണ്ട് അനേക വാസസ്ഥലങ്ങൾ. അതാ നല്ലത്. ബാക്കിയുള്ളത് നല്ലതായി. അനേക അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ. എന്ത് പാട്ടാ! സ്തോത്രം. ഇത് മനോഹരം. ഞാനിപ്പം നമ്മുടെ ഉപാസപാതനെ അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്കും വിഷയം ഉണ്ടാവും.
വാസപ്രണത്തിനൊന്നും ദൈവമക്കൾ ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഏലിയാവിൻ്റെ വിറകം കാത്തട്ട, ഈ അറ്റം മുതൽ ആ അറ്റം വരെ, ആ അറ്റം മുതൽ ഈ അറ്റം വരെ. എന്തോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എടാ, പുസ്തകം വായിക്കുന്നവനെല്ലാം പിടി കിട്ടും, ഇതുമായിട്ട് ബന്ധമില്ലാത്തവന് ഒരു പിടിയും എന്തോന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ ആർക്കൊക്കെയോ എരിച്ചിലാണോ പുകച്ചിലാണോ? ഇവിടെ പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചുമ്മാ എന്തൊക്കെ കയറി ചെയ്യത്തൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട പോലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അതൊക്കെ പറ. ഞാൻ എന്തൊക്കെയോ ഇവിടെ അല്ല, പരിശുദ്ധാത്മാവ് അങ്ങനെയൊന്നും പറയത്തില്ല. ഞാൻ എന്തൊക്കെ ഇവിടെ എനിക്ക് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ തലയടിക്കാൻ പറിക്കുന്നതായിരിക്കും. അങ്ങനെയൊന്നും അല്ല. പരിശുദ്ധാത്മാവിനെ ക്ലിയറായിട്ടേ ചെയ്യത്തുള്ളൂ. അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. കരമുയർത്തിയല്ലേ പറ. അപ്പം ഈ ഭാഗം പറഞ്ഞ് നിർത്താം. ശണ്ടയിൽ ഒഴിവാക്കുക. ഒന്ന് ആരെയും കയറി വിധിക്കരുത്. അങ്ങനെയാണ് കർത്തമേശയ്ക്ക് നമ്മൾ എപ്പോഴും പറയുന്ന, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കാതെ കയറി, ശോധന കഴിക്കാതെ കയറി ഈ അപ്പം കയറി ഭക്ഷിക്കുകയും വീഞ്ഞ് കുടിക്കുകയും ചെയ്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അനേകരും തട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ അക്ഷരികമായിട്ട് പോയില്ലെങ്കിലും ചിലരെ ആത്മീയമായിട്ട് എന്ത് ചെയ്തിരിക്കുക, മരിച്ചിരിക്കുക. പിന്നെ ഇനി എങ്ങോട്ട് പോകാൻ? ഇനി 3500 രൂപ ശവക്കോട്ടയ്ക്ക് പൈസ കൊടുത്തേക്കുക സെല്ലിന്. ഞാൻ പോയ ആ സെല്ലിൻ്റെ പൈസ അങ്ങനെയാണോ? സ്തോത്രം. നമ്മെ തന്നെ വിധിക്കുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ. നിന്റെ കുഴപ്പം, എൻ്റെ കുഴപ്പം, നിന്റെ ഭാര്യയുടെ, മക്കളുടെ, സഭക്കാരുടെ, പാസ്റ്ററുടെ, അവരുടെ ഇവരുടെ കുറവ് നോക്കിയിരിക്കാൻ നമ്മളെ ഒന്ന് പരിശോധിക്കേ. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനുണ്ട്? എന്റെ ആത്മീയ ജീവിതം എങ്ങനുണ്ട്? എന്റെ സഭാ ജീവിതം എങ്ങനുണ്ട്? സമൂഹത്തിലുള്ള എന്റെ ജീവിതം എങ്ങനുണ്ടെന്ന് പരിശോധിക്കേ. അവ വന്നിരുന്ന അവരുടെ ഇവരുടെയും കുറവെല്ലാം കൂടെ സ്കാൻ ചെയ്ത് നോക്കി. പാസ്റ്റർ ഭാര്യ അത്ര സ്തോത്രം, അത്രയും കൈ ഉയർത്തേണ്ട കാര്യം? ഇങ്ങനൊന്നും അല്ല കൈ അടിക്കേണ്ടത്. ഇങ്ങനെ അയ്യോ, ചിലർ വരുന്നത് ഈ സ്കാനിങ് മെഷീനുമായിട്ടാണ് വരുന്നത്. നമ്മളിരുന്ന് ദൈവസ്ഥനെ സമർപ്പിക്കേ. ഷൂപ്പാസോടും കേൾക്കുന്നവരോടൊക്കെ പറയാം, ദൈവം മുൻപാകെ നോക്ക നടക്ക്. ഞാൻ മുമ്പേ പറഞ്ഞ പാർട്ടിയോട്, എങ്ങനെ ഉണ്ടാച്ചാ വലിയ കുഴപ്പം അങ്ങനെ പറയരുത്. നന്നായിരിക്കുന്നു. കുറച്ചുകൂടെ കർത്താവിനോട് അടുക്കണം. 300 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന ഹനോക്ക് ചോദിച്ചേ, ഹനോക്ക് അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു 300 വർഷം? അയ്യോ, 300 വർഷം പോയത് ഞാൻ അറിഞ്ഞില്ല. 300 വർഷം പോയത് അറിഞ്ഞില്ല. ഞാനും കർത്താവിൻ്റെ കൂടെ 300 വർഷമായിരുന്നു. നമ്മൾ എത്ര വർഷമായി വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്? 10, 20, 30, 40, 2ാം തലമുറ, 3ാം തലമുറ. പെന്തിക്കോസിൻ്റെ അകത്താണ് ഞാൻ ജനിച്ചത്. ആയിക്കോട്ടെ, എങ്ങനെയുണ്ട് നടപ്പ് ദൈവത്തോടു കൂടെ? 300 വർഷം നടന്ന ഹാനോക്കിനെ പോലാണോ? സ്തോത്രം. പരിശോധിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ 5-ാമത്തെ വാക്യം സ്പീഡിലൊന്ന് വായിച്ചേ.
2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, പരിശോധിപ്പിൻ. നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ എങ്ങനെയുണ്ട്. അവരവരൊന്ന് പരിശോധിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് വിശ്വാസത്തിൽ. ഇറങ്ങത്തിരിച്ചിട്ട് ഇത്രയും വർഷമല്ലേ, എങ്ങനെയുണ്ട് വിശ്വാസ ജീവിതത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയുണ്ട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സമൂഹത്തോട്, സഭയിൽ എങ്ങനെയുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് ഒരുവൻ വിശ്വാസത്തിൽ വന്നോ അതോ അവൻ വിശ്വാസം വിട്ടുപോയോ? രണ്ടാമത് പറഞ്ഞതായിരിക്കും മിക്കവാറും. എൻ്റെ നടപ്പും ക്രമം കൊണ്ട് 5 കുടുംബം പോയി. എന്നാൽ ഞങ്ങൾക്കറിയാം ഇനിയും അനേക കുടുംബങ്ങൾ വരും. വന്നാൽ അവർ വന്ന് 2 വർഷം കഴിയുമ്പോൾ എൻ്റെ പ്രവൃത്തി കണ്ട് അവരും നിന്റെ ജോലി ചെയ്താ സ്തോത്രം. എന്നാലും നീ നന്നാകാൻ. പണ്ടൊരു വെച്ചാൽ പാസ്റ്ററോട് ചോദിച്ചു, എൻ്റെ പാസ്റ്റർ എന്നെപ്പറ്റി എന്തോ കണ്ടു വെളിപ്പാട്. യോ ഞാൻ പറയത്തില്ല പാസ്റ്റർ, ഞാൻ പറയത്തില്ല, ഒരു കാരണവശാലും പറയത്തില്ല. യോ പറ പാസ്റ്റർ, തുറന്നു പറ, ഞാൻ എന്ത് ദൂതും ഏറ്റെടുക്കാനുള്ള ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു നോ, ഞാൻ പറയത്തില്ല, കണ്ട വെളിപ്പാട് പറയാനൊക്കത്തില്ല. 3-4 വട്ടം ചോദിച്ചും പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ പാസ്റ്റർ ഞാൻ പറയാം. എന്നാ പറ, അച്ഛൻ ശരിയല്ല, അച്ഛൻ ശരിയല്ലെന്ന്. സ്തോത്രം. എന്ത് എല്ലാവരും ഉണ്ടോ അവിടെ? ആനക്കമില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നേ. എന്തിനായാലും ആർക്കും ഗുണമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നത്. ആർക്കും ഒരു ഗുണമില്ല. പണ്ട് എനിക്ക് തോന്നുന്നു അനീഷ് ചെങ്ങന്നൂരാന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. സ്വർഗത്തിൽ ചെന്നപ്പോൾ എല്ലാവർക്കും മെഡലുകളും പൊൾസ് അങ്ങനെ സമ്മാനം കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര നീളമുള്ളൊരു സമ്മാനം പൊതിഞ്ഞു കെട്ടി ദൂതന്മാർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ സന്തോഷിച്ച്, ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാ ഇത്രയും നീളമോ അതിൻ്റെ, എന്തോ ആയിരിക്കും ഇത്. പൊതിയടിച്ചു വരുമ്പോൾ പൊതിയടിച്ചടിച്ചടിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു നീളമുള്ളൊരു പാര. കാരണം പുള്ളി ഇവിടെ വെച്ച് ചെയ്തതെല്ലാം കൂടെ വെൽഡ് ചെയ്ത് അവിടെ ഭൂതന്മാർ വെച്ചെന്ന് ഉദാഹരണം പറഞ്ഞ രസകരം. ഇവിടെ വെച്ച് ചെയ്തതെല്ലാം കൂടെ നിന്റെ പേര് ഞങ്ങൾ ചെയ്യും, മാക്സിമം ചെയ്തതെല്ലാം കൂടെ അവിടെ പൊതിഞ്ഞ് കെട്ടി അവിടെ വെച്ചിരുന്നു. ഇവിടെ എന്താണോ ചെയ്തത് അവിടെ. അതുകൊണ്ട് കഴിവെടുത്തോളം ആർക്കും ദോഷം ചെയ്യും. കഴിയുമെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്ത്. ഇതൊക്കെ അല്ലേ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനങ്ങനെ വായിച്ചിട്ടുള്ളു. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. ഒരുത്തനെ വിളിച്ചു ചോദിക്കേ, ബ്രദറെ എങ്ങനെയുണ്ട്, ഭക്ഷണം വല്ലതും കഴിച്ചോ, ശാരീരികമായിട്ട് എങ്ങനെയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, വൈഫിന് എങ്ങനെയുണ്ട്, കഴിഞ്ഞ ദിവസം അറിഞ്ഞു സുഖമില്ലെന്ന്, ഇപ്പം എങ്ങനെയുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്. ഇന്ന് വരെ നമ്മളോടൊരുത്തൻ പിന്നെ നമ്മളെ വിളിക്കുന്നത് എന്തിനാ, അത് നമുക്കറിയാം എന്തിനാന്ന്. അങ്ങനൊരു ചോദ്യം. ഉറക്കം വരുന്ന മോനെ ആണ്ട ചോദിക്കുന്നല്ലോ. സ്തോത്രം. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഉറക്കം വരുന്ന എനിക്കറിയാം. നിർത്തിയേക്കാം. ഒരു 8:45 കഴിയുമ്പോഴത്തേക്ക്. 8:45 അല്ലേ, 9-നകത്ത് നിർത്താം. സ്തോത്രം. കാരണം വിഷയത്തെ ഞാൻ തൊട്ടിട്ടില്ല. ചോദിച്ചിട്ടുണ്ടോ ആരോടേലും? ഒരു രോഗിയായി കിടക്കുന്നു, അതിനെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ബ്രദറെ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം പറ്റുമോ? എങ്ങനെ ആ വിഷയം ഞാനിവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അതൊക്കെ അല്ലേ ചെയ്യണ്ടേ? അല്ലേ പന്നച്ച?
ഒരുവന് പ്രയാസം ഉണ്ടായി. എന്താ ഇപ്പം അനുഭവിക്കുന്ന പ്രയാസം? ധൈര്യമായിട്ടിരിക്കും, കർത്താവ് കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. എന്തോ സുഖമായിരിക്കും. രോഗിയായിട്ട് കിടക്കുന്നവൻ്റെ അടുക്കലോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ രോഗക്കിടക്കയിൽ കിടക്കുന്ന ആളിൻ്റെ സന്തോഷം? പിന്നെ ആൾക്കാർ ഇതെങ്ങനെയൊന്നും വരുത്തൊന്നുമില്ല. ആൾക്കാർ വരുന്നത് പത്രത്തിൽ 13ാമത്തെ പേജിൽ ഫോട്ടോ വരുമ്പോഴാണ് വരുന്നത്. വന്ന് ഒരു വാക്ക്, കണ്ട നാൾ മുതൽ ഇന്ന് വരെ എപ്പോഴും പുഞ്ചിരിയും, എപ്പോഴും ചിരിയും. എനിക്ക് ഒത്തിരി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ഇതുവരെ കൊടുക്കാൻ പറ്റില്ല. ഇനിയും എങ്ങനെ കൊടുക്കും? എല്ലാവർക്കും കൊടുക്കും. മാതമുള്ള ബ്ലണ്ടറെല്ലാം കൂടെ അടിച്ചു വിട്ടു. സ്തോത്രം. ഒരു കഷ്ടത ഇരിക്കുന്നവനെ സത്യത്തിൽ ആ പൂവും റീത്ത് നല്ലതാണ് കൊണ്ടുവെക്കുന്നത്. ഒരു 10 കിലോയുടെ, ഒരു 5 കിലോയുടെ പവിഴത്തിൻ്റെയോ നിർമ്മലിൻ്റെയോ, നീ എന്തുവാട്ടെ, ഞാൻ എന്നാലും നിർമ്മല അരി മേടിച്ച് ഇച്ചിരി മേടിച്ചു കൊണ്ട് കൊടുത്ത് ബ്രദറെ കഞ്ഞി വെച്ച് കുടിച്ച് പ്രാർത്ഥിക്കുക. പറ, അതല്ലേ ചെയ്യണം, പറ. ഇവിടെ നമ്മൾ വ്യാഖ്യാനിക്കുക. ഈ വചനം വ്യാഖ്യാനിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരുവൻ്റെ പ്രയാസം മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അയ്യോ എനിക്ക് പൈസ ഒന്നും കൊടുക്കാനില്ല, മതി, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിനക്ക്? അവൻ അനുഭവിക്കുന്ന വേദന, കഷ്ടതയ്ക്കകത്ത് നീ പോയി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഒന്ന് കൈത്താങ്ങാൻ മനസ്സുണ്ടോ? അങ്ങനെ ചെയ്ത പ്രതിഫലമല്ലേ? ഇനി അവിടെ അതും ചെയ്യാൻ പറ്റില്ല. ഒരു നല്ല വാക്ക് പറ. ഒരു നല്ല വാക്ക്. ഒരാളൊരു പ്രസംഗം കഴിഞ്ഞ ഉടനെ കൈ കൊടുത്തിട്ടായാലും എഴുന്നല്ലോ, പ്രസംഗം നന്നായിരുന്നു, ഗ്രേറ്റ്, നന്നായിരുന്നു. ചിലപ്പം ചീറ്റലായിരിക്കും, എന്നാലും ബ്രദർ നന്നായിരിക്കട്ടെ, കർത്താവ് കീബോർഡ് വായി നന്നായിരുന്നു, നല്ല പ്ലേ, നന്നായിട്ട് അല്ലേ പറയുമ്പോൾ പുള്ളി വീട്ടിൽ പോയാലും ഞാനിത് പറഞ്ഞുണ്ടല്ലോ, ഗുഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും ഇത് ചിന്തിക്കും. ആ പാസ്റ്റർ പറഞ്ഞ വാക്ക് അല്ലേ. ഇനി വേറൊരു കീബോർഡിസ്റ്റ് ഇതിനേക്കാൾ ഗംഭീരമാണ്, ഇതിനേക്കാൾ നല്ല കുറച്ച് വലിയ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും ഒന്ന് കൈ തട്ടി ഗുഡ് എന്ന് പറഞ്ഞാലും അല്ലേ എന്തായിരിക്കും? ചിലരോ ഞാനേ വായിക്കുന്നത് കഞ്ചര 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 കഞ്ചര. എവിടെ നിന്ന് കിട്ടി ഈ പുള്ളിയെ? ഏനാണോ ഒന്നിരിക്കുമ്പോഴേ അങ്ങ് മാറേ എന്നതാടേ മനസ്സിലാകുന്നില്ല എനിക്ക് എന്തുവാന്ന്. ഇനി ആരെങ്കിലും ഒരുത്തിന് എന്തൊരു ഒരു പ്രയാസം ഉണ്ടായാലും എന്തോ സന്തോഷമോ. ഞാൻ അമാരെ ചിന്തിച്ച കഷ്ടത ഇരിക്കുന്നൊരാശ്വാസം. ഒരു പാട്ടൊക്കെ ഒരാൾ പാടുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പാടുമ്പോൾ കൊള്ളാം മോളെ എന്നൊക്കെ, എന്നാലും നന്നായിരിക്കുന്നു മോനെ, പറ, ഒരു നല്ല വാക്ക് പറ. വീട്ടിലൊക്കെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നല്ലതെന്ന് പറ. ഇത് നാക്കം വെക്കാൻ കൊള്ളത്തില്ലല്ലോ. എന്നാ അങ്ങനൊന്നും പറ, കൊള്ളാമെന്ന് പറ, ഒരു ശാന്തത പറ. ഒരു കാപ്പി ഇട്ട് കൊടുത്താലും നല്ല വാക്ക് എന്ത് ചെയ്യത്തില്ല. ഞാൻ അപ്പുറത്തുനിന്ന് കുടിച്ചു എന്നാ ചെല്ലാം അപ്പുറത്തോട്ട്. ഇയാൾ ഇവിടെ എത്ര വർഷമായിട്ട് കുടിച്ചോണ്ടിരിക്കുകയല്ലേ കാപ്പിയൊക്കെ, അപ്പുറത്തുനിന്ന് അങ്ങാണ്ട് ഒരു പ്രാവശ്യം കുടിച്ചു, അതിൻ്റെ വകുപ്പാണ് ഇവിടെ. ഒരാളോട് നല്ല വാക്ക് പറ. ഞാനീ പ്രസംഗിക്കുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. ഒരാളെ ഒന്നും വേദനിപ്പിക്കാതെ, ഹർട്ട് ചെയ്യാതെ
സ്തോത്രം. ഒരാൾ പ്രസംഗിക്കുമ്പോൾ വേറൊരു ദൈവദാസന്മാരുണ്ട്, അവർ സ്തോത്രമൊക്കെ പറ. ചുറ്റിപ്പോട്ടെ, അടുത്ത പ്രാവശ്യം ഞാൻ വന്ന് കത്തിക്കും. അങ്ങനെ പറയാതെ ഒരു കൈത്താലുള്ളത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരാൾ പ്രസംഗിക്കാൻ വാക്യമൊക്കെ വായിച്ചു കൊടുക്കും, വാക്യം വായിച്ചു കൊടുക്കും, പാട്ട് പാടാൻ ഞാൻ കൂടെ പാടിക്കൊടുക്കും. ശുശ്രൂഷയ്ക്ക് എന്ത് ആത്മീയ ശുശ്രൂഷയ്ക്ക് എന്ത് കാര്യം എന്നാലാവും വിധം ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. എല്ലാവർക്കെ മസിൽ പിടിച്ച ഒരു പ്രൈസ്തറോടൊക്കെ തിന്ന് എവിടാ സെൻട്രാ എത്ര നാളായി വേലയ്ക്ക് ഇറങ്ങിട്ടോ. ഇത് എന്നതാണ്? ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു മൺമയമാമിയുലകിൽ കാൺമതെല്ലാം മായയത്രേ. മൺമയമാമിയുലകിൽ കാൺമതെല്ലാം മായയത്രേ. മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണെന്ന് ഓർക്കുക നീ. മൺമയമാ ഈ ഉലകിൽ കാൺമതെല്ലാം മായയത്രേ. ഈ ക്ഷണികനായ മനുഷ്യൻ എല്ലാം പോക്കും മസിലും എടുത്തുമൊക്കെ ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു ശണ്ട എങ്ങനെ ഒഴിവാക്കാം? ആരെയും വിധിക്കരുത്. വിധിക്കാൻ പോയാൽ വഴക്കുണ്ടാവും. ഇനിയും 11-ാമത്തെ വാക്യം വായിച്ചോ. 4:11 പെട്ടെന്ന് വായിക്കണേ. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. അന്യോന്യം ദുഷിക്കരുത്. താങ്ക് യു സിസ്റ്റർ. 1 വിധിക്കരുത്, 2 ദുഷിക്കാൻ പോയാൽ എന്തുണ്ടാവും? അവിടെ ശണ്ടയും കലഹവും ഉണ്ടാവും. അല്ല, ആരെങ്കിലും ദുഷിച്ചാൽ അവിടെ വിഷയം ഉണ്ടാകത്തില്ലേ? ഉറപ്പാ. അപ്പം യാക്കോബ് എടുത്തു പറയാ സഭയോട്, സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുന്ന വിശ്വാസിയോടെ ഈ ദൂത് പറയുന്നേ. ആരെയും വിധിക്കരുത്. 2 ആരെയും ദുഷിക്കരുത്. ആരെയും ദുഷിക്കരുത്. സ്തോത്രം. നീചൻ, വളരാത്തവൻ ദുഷിക്കരുത്. സ്തോത്രം. ഇത് രണ്ടും വന്നാൽ യാക്കോബ് പറയുന്ന അവിടെ ശണ്ടയും കലഹവും ഉണ്ടാവും. അതെങ്ങനെ ഒഴിവാക്കാം? ഇത് രണ്ടും ഒഴിവാക്കിയാൽ ശണ്ടയും കലഹവും ഒഴിവാകും. സ്തോത്രം. വിശ്വാസികൾ സഭയ്ക്കകത്ത് വരുമ്പോൾ ഒരുത്തനെ ഒരുത്തൻ ദൂഷിക്കരുത്. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകരുത്. സ്തോത്രം. ഒരുവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ അവനെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തി കൊണ്ടുവരണം. ബ്രദറെ, ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കാൻ ഞങ്ങളും പിറകിലുണ്ട്. ഹല്ലേലൂയ. ബലഹീനരെ താങ്ങുവീൻ എന്നൊരു വാക്യമില്ലേ? എവിടെ വാക്യം കിടക്കുന്നത്? 1 തെസ്സലോനിയ 5-ാം അധ്യായം 12 മുതൽ വായിക്കാമോ? സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന ഭാഗം 5:12. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ ഇവിടെ എല്ലാം വിളിക്കുന്ന ഒരു വിളിയുണ്ട്. എന്താ വിളിക്കുന്നത്? സഹോദരന്മാരെ. നമ്മൾ പരസ്പരം എന്താ വിളിക്കാവുള്ളൂ? സഹോദരിമാരും അതിനകത്ത് ഇൻക്ലൂഡ് ആകട്ടോ, ഉൾപ്പെട്ടതാണ്. സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോഴും അവരും ഉണ്ട്. അപ്പോൾ സഭയെ വിളിക്കുന്ന വിളി എങ്ങനെയാ? അപ്പോൾ നമ്മൾ പരസ്പരം കാണുമ്പോൾ എങ്ങനെ വിളിക്കണം? ബ്രദറെ, സഹോദര, സഹോദരി, സിസ്റ്ററെ. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിൽ. ഈ യാക്കോബ് ലേഖനത്തിൽ തന്നെ 7-8 അധികം പ്രാവശ്യം സഹോദരന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്.
പിന്നെ 133 സങ്കീർത്തനം 1-ാമത്തെ ഭാഗത്തിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതും എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പിന്നെ ഇവിടെ വിളിക്കുന്ന വിളിയാ തെസ്സലോനിക്കരോട്, സഭയോടെ വിളിക്കുന്നത്. സഹോദരന്മാരെ വായിച്ചോ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുന്നതിന് ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന, നിങ്ങളെ നടത്തുന്ന, പ്രബോധിപ്പിക്കുന്ന, പ്രസംഗിച്ച് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തുന്നവരെ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ. ദൈവദാസന്മാരോട് ഏറ്റവും നല്ല സ്നേഹം വേണം ദൈവമക്കൾക്ക്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞത് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്തവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഏറ്റവും സ്നേഹത്തോടെ. അടുത്ത വാക്യം, തമ്മിൽ സമാധാനമായിരിപ്പീൻ. അതാണ് നമുക്കില്ലാത്ത. നമ്മൾ വിളിച്ചു പറഞ്ഞത് എന്തുവാ? സമാധാനമില്ലാത്ത ദേശനിവാസികളെ, ഞങ്ങളെ ചാരത്തും ദൂരത്തും കേൾക്കുന്നവരെ, ഞങ്ങളുടെ കൂടെ വരൂ, നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊള്ളാം. നമ്മളെങ്ങനെ നമ്മുടെ ഇടയിലുള്ളവരെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞ, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. മതി 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 മതി, സമയം പോകുന്നുണ്ടോ? 9 മണിയായില്ല. ഞാൻ മരിച്ച് 8:30 ആയതേ ഉള്ളൂ. എനിക്കങ്ങ് പോവുകയും ചെയ്യണം, നിങ്ങൾക്കും പോകണം. നിങ്ങൾ മൊബൈലും പേനയിലാണ് പോക്കറ്റിലിട്ട് എന്നെ കാണിക്കുന്നു, ബൈബിള് മടക്കി കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സിഗ്നൽ തരുന്നതുകൊണ്ട് നിർത്തുന്നു. നമുക്ക് സിഗ്നലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘമായി ഒരാൾ പ്രാർത്ഥിച്ചു പോകണമെങ്കിൽ പാസ്റ്റർ അതിന് സിഗ്നൽ കൊടുക്കും, അമേൻ, അന്നേരം നിർത്തിക്കോണം. പിന്നെ ചിലർ മൂക്കും, എന്നെ പിന്നെ മുൻപോട്ട് വിടുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പുറയുന്നൊരു പിടിയും കൂടെ വരും. അപ്പോൾ നിങ്ങളെ സിഗ്നൽ കാണിക്കുന്നതുകൊണ്ട് നിർത്താം. ഇല്ലെങ്കിൽ കർത്താവിന് വെച്ചാൽ ഇനി ഇടയ്ക്കൊന്നുകൊണ്ട് വരാം. സ്തോത്രം. ഇതിൻ്റെ ബാക്കി ഞാൻ പ്രസംഗിക്കാൻ. സഹോദരന്മാരെ, സഹോദരന്മാരെ, തമ്മിൽ സമാധാനമായിരിക്കും. തമ്മിൽ എങ്ങനെ ആയിരിക്കണം? വേറൊരു വാക്യത്തിലുണ്ട്, കടിച്ചു കീറുന്നവരാകരുതെന്ന്. എവിടാ? തമ്മിൽ കടിച്ച്, ഗലാത്യ ലേഖനത്തിലുണ്ട്, കടിച്ചു കീറുക. വചനം പറയുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാ? സമാധാനമുള്ളവരെല്ലാം ഒരു കല്ലുവിൽ പറഞ്ഞാട്ടെ. വലിയതായിട്ടില്ലെന്ന് തോന്നുന്നു. ആ കല്ലുവിലേക്കൊരു ഭാഷ, എനിക്ക് ഒരു സമാധാനവും. ഒരിക്കൽ എന്നോടൊരു ആൻറ്റി പറഞ്ഞ, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ എന്താ വിഷയം? എനിക്ക് കർത്താവല്ലാതെ ആരുമില്ലെന്ന്. കർത്താവല്ലാതെ എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇനി ആരൊക്കെ വേണം? എനിക്ക് യേശു അല്ലാതെ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രത്യേകം. യേശു അല്ലാതെ നമുക്ക് ആരിലും വേണോ വേറെ? പറ, ആരിലും വന്നാൽ ഒക്കുവോ? പറ കർത്താൻ ദാസി, യേശു അല്ല വേറെ ആരും വേണോ? യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തേനത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തേനത്തിൽ ജീവി
യേശു എൻ പക്ഷമായി തീർന്ന എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി കർത്താവല്ലാതെ വേറെ ആരും എനിക്കില്ലെങ്കിലും വിഷയം അല്ല. എൻ്റെ അഭിപ്രായത്തിൽ കർത്താവ് മാത്രം മതി. അതാ ഏറ്റവും നല്ല ശാലോം, സമാധാനം. വേറെ ആരിലും സമാധാനം തരാമെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഉള്ള സമാധാനം കൂടെ കെടുത്തു. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് ലോകം തരുന്നത് പോലെ അല്ല. കർത്താവിനെ അറിഞ്ഞപ്പോഴല്ലേ നമുക്ക് സമാധാനം കിട്ടിയത്? പറ 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 അല്ലേ? തമ്മിൽ സമാധാനമായിരിക്കും. പിന്നെ തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ക്രമം കെട്ട് നടക്കുന്നവരോട് പറയണം, അവർക്കൊരു ബുദ്ധി ഉപദേശം കൊടുക്കും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ഇടയിലുള്ളവരുണ്ട് ഉൾക്കരുത്തില്ലാത്തവർ. അവരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. എങ്ങനെ ധൈര്യപ്പെടുത്തണം? ഉണ്ടാകണം. അങ്ങനെയാണോ? എല്ലാ ബ്രദറെ ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങളും അതല്ലേ ധൈര്യപ്പെടുത്തണം. പിന്നെ ബലഹീനരെ താങ്ങുവീൻ. ഇന്ന് രാവിലെ ഞാൻ താങ്ങേട്ട വരുത്. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ സ്തോത്രം താങ്ങുവീൻ. അല്പം ഹെൽപ്പ്. താങ്ങുവീൻ, ബലഹീനരെ താങ്ങുവീൻ. പിന്നെ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. സഭയോട് പറയാട്ടോ, ക്ഷമിക്കാൻ പറ്റുമോ? പറ്റുമോ? എൻ്റെ ഭാഷ ഇതിന് മോള് ജീവനുണ്ടായി. കർത്താവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കും. എല്ലാവരോടും ക്ഷമിക്കണം. പിന്നെ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അങ്ങനൊന്നുമല്ല, ഒക്കെ ബാക്കിയോടെ കിടക്കും. കളിക്കരുത് എന്നോട്. ഞാൻ ഒരുങ്ങി ഇറങ്ങിയാൽ സ്തോത്രം. ഇത് പുസ്തകമല്ലേ, ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. നിർത്താം. വെച്ചാൽ ബാക്കി പിന്നീട് എപ്പോഴും ഒരു ദിവസം സംസാരിക്കാം. കലഹം ഒഴിവാക്കുവിൻ, ശണ്ട ഒഴിവാക്കുവിൻ. ഒഴിവാക്കാൻ 2 കാരണം: 1 ദുഷിക്കരുത് ആരെയും, 2 വിധിക്കരുത്. 5-ാമത്തെ അധ്യായത്തിലൊരു വിഷയം കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. എല്ലാവരും അടച്ചു വെച്ചോ, ഇനി തുറക്കണ്ട. എങ്ങനെ പ്രാർത്ഥിക്കാം? എങ്ങനെ? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യൻ. പുള്ളി പ്രാർത്ഥിച്ചത് എങ്ങനെ അറിയാം? തല മുട്ടുകൾക്കിടയിൽ പിന്നെ വളഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചാൽ മെഡിക്കൽ കോളേജിലെ 13-ാമത്തെ വാർഡിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ അസ്ഥി പൊട്ടി, വാരിയൽ 2 എണ്ണം. ഞാൻ ഇന്നലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് വരെ അങ്ങനെ നിന്നിട്ടില്ല, ഒറ്റ വളച്ചില്ല.
ഏലിയാവ് നമുക്ക് സമസ്വമാണ്, നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനെന്ന്. പക്ഷെ അഭിഷേകം അവൻ്റെ അകത്തുണ്ടായിരുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, മഴ പെയ്യാതിരിക്കേണ്ടതിന്, ആകാശം അടയ്ക്കേണ്ടതിന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഏലിയാവ് പ്രാർത്ഥിച്ച് ദൈവം കേട്ടു, ആകാശം അടച്ചു. 3 ആണ്ട് മഴ പെയ്യാതിരുന്നു. പണ്ട് ഞങ്ങളുടെ അവിടെ കൺവെൻഷൻ നടന്നപ്പോൾ അച്ഛൻ കയറി പ്രാർത്ഥിച്ചു. കോളിങ്ങനെ കൊണ്ട് കാർമേഘം അടിച്ച് നിൽക്കുക. പന്തലില്ല അന്നത്തെ കാലത്ത്, വർഷങ്ങൾ കൊണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ അന്നത്തെ കാലത്ത് ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. ഇങ്ങനെ എരച്ചിങ്ങോട്ട് വന്ന് ഇന്നിപ്പം പെയ്യും. പുള്ളിയൊരു ഒറ്റ പ്രാർത്ഥന, നിൽക്കവിടെ, ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്നൊക്കെ ചോദിച്ചൊരു ഒറ്റ പ്രാർത്ഥന, ഒറ്റ പെയ്ത്ത്. വാർത്ത ചേർന്നപ്പോഴത്തേക്കും ചും പറഞ്ഞാൽ പെയ്ത്. പുള്ളി പറഞ്ഞു, കൊണ്ട കോള് പെയ്തോട്ടെ, ഇനിയും പെയ്യരുത്. കൊണ്ട കോള് ഇതാ നമ്മുടെ പലരുടെയും പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാ കാരിത്താസിലോട്ട് വിടുന്നത് തന്നെ. അവിടെ ചെല്ലുമ്പോൾ സ്ട്രെച്ചർ വേഗത്തിൽ ഒരുങ്ങണം, ഐസിയുവിൽ ബെഡ് ലഭിക്കണം, പറ്റുമെങ്കിൽ വെന്റിലേറ്ററിലും സുഖമായി കിടക്കുവാൻ കൃപ നൽകണം. ആൻറ്റിബയോട്ടിക് നന്നായിട്ട് ശരീരത്തിൽ പിടിക്കണം. ഡോക്ടർമാരോട് ദൈവാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പെട്ടെന്ന് കൊടുക്കൂ. എന്നിട്ട് ചെല്ലുപോവാണ്, പാമ്പിൻ്റെ മേലും തേളിൻ്റെ മേലും ചവിട്ട്. വിശ്വാസമില്ലാത്ത പ്രാർത്ഥിക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും. പിന്നെ യാക്കോബ് പറയുന്ന ഭാഗമുണ്ട്, നിങ്ങളിൽ പാപം ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. ഞാൻ പിന്നീട് പ്രാർത്ഥനയും ഇതിൻ്റെ വിഷയങ്ങളൊക്കെ പിന്നീട് കർത്താവിനെ വെച്ചാൽ സംസാരിക്കാം. സ്തോത്രം. അപ്പം ഏലിയാവിൻ്റെ കാര്യം, പിന്നെ ഈ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ വിശ്വാസത്തെ പറ്റി പറയാൻ യാക്കോബ് ഒരാളെ കൂടെ എടുത്ത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി. ജോബ്, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വിശ്വാസ വീരൻ യോബ്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടും കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുപിരിക്കും. വിശ്വാസ വീരന്മാരുടെ എനിക്ക് പുള്ളിയെടുത്ത് പിശാച് വന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ ദൂതന്മാർ നിൽക്കുന്ന, ദൂതന്മാരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ. സ്വർഗത്തിലല്ല, സ്വർഗത്തിൽ പിശാചിന് കയറാൻ ഒക്കത്തില്ല. ദൂതന്മാർ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് ദൂതന്മാർ നിന്ന് കർത്താവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവനും അവിടെ കയറി നിന്ന് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ, എനിക്കങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല, എവിടെ വേണേലും ഞാൻ ഇടിച്ചു കയറും, ഞാൻ കുളമാക്കിയിട്ട് വരുള്ളൂ, എൻ്റെ ഒരു സ്വഭാവം അതാ. ഒരു ചോദ്യം കർത്താവ് വെച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ. അപ്പം അന്ന് ഭൂമിയിൽ ഇഷ്ടം പോലെ ജനവാസമുണ്ട്, ആൾക്കാർ ഇഷ്ടമുണ്ട്. പക്ഷെ തമ്പുരാന് വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ യോബ. കറുകച്ചാലിലും കോട്ടയം ജില്ലയിലും ഈ സംസ്ഥാനത്തും ഭാരതത്തിലും ലോകത്തെവിടെയും സകല വിശ്വാസ വൃന്ദങ്ങളും മനുഷ്യരുണ്ടല്ലോ. ദൈവത്തിന് വ്യക്തിപരമായിട്ട് എത്ര പേരോട് ബന്ധമുണ്ട്? നമ്മളെ കർത്താവിന് അറിയാവുന്ന എത്ര പേരുണ്ട്? എന്നെ കർത്താവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചിലപ്പം പറഞ്ഞില്ലേ, എനിക്കൊരു അടുത്ത ബന്ധമുള്ളൊരു രാഷ്ട്രീയക്കാരനുണ്ട്, പുള്ളി ഞാൻ പറഞ്ഞാലൊക്കെ കേൾക്കും. ഓക്കെ, കർത്താവ് എന്നോട് നമ്മൾ പറഞ്ഞാൽ കർത്താവ് കേൾക്കുമോ? അങ്ങനെ ബന്ധമുണ്ടോ നമുക്ക് ദൈവമായിട്ട്? യോബിനെ കുറിച്ച് പറയാം, എൻ്റെ ദാസന യോബിൻ്റെ മേൽ നീ. അത് നല്ല ബന്ധം. കർത്താവിനെ അറിയാവിനെ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നത് യോബിനെ കുറിച്ചൊക്കെ ദൈവത്തിന് അറിയാവുന്നു. ദൃഷ്ടി വെച്ചോന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ ദൃഷ്ടി വയ്ക്കും? നീ അവനും അവന് ചുറ്റും അവൻ ഉള്ളതിനും എന്ത് കെട്ടിരിക്കുക? വേലി കെട്ടിരിക്കുക. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെന്ന്.
നിനക്ക് ചുറ്റും വേലിയുള്ള കാര്യം ആർക്കും അറിയത്തില്ല കേട്ടോ. പിശാചിനറിയാം, കയറാൻ വരുന്ന പിശാചിനറിയാം നിനക്ക് ചുറ്റുമുള്ള വേലി. അനധികൃതമായി നിന്നെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അനധികൃതമായി നിന്റെ കുടുംബത്തെ ഉന്നം വെക്കാൻ ഒരു പിശാചിന് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്നെ തൊടാനൊക്കത്തില്ല. അങ്ങനെ നിൽക്കണം. അല്ലേ പ്യായ് കയറി നമുക്കങ്ങനെ ബന്ധമില്ലാത്തതുകൊണ്ടോ പ്യാജ് നമ്മളെ അടിച്ച് ഒതുക്കി ഇട്ടേക്കുന്നത്. സഭയിൽ വന്നാലും നമുക്കൊരു സ്വോത്രം പറയാൻ പോലും പറ്റുന്നില്ല. ഏറ്റ കീച്ചാവൻ കീറ്റിയേക്കുന്നത്. പിന്നെ 3 ദിവസം ഉപവസിച്ച് ഒരു പ്രവാചകം വന്നിട്ടാണ് ഞാൻ ഒന്നിച്ചിരി എഴുന്നേറ്റത്. നല്ല ബന്ധമല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഇപ്പം ഞാൻ 5-6 വട്ടം പറഞ്ഞ് നിർത്തുകയാണ്. ഇനി അവസാനം നിങ്ങൾ പറയും ഇനി നിർത്തുന്നതാ. അതുകൊണ്ട് ഞാൻ ഒരു വാക്കോടെ പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞാൽ നിർത്തണമെന്നില്ല. എങ്ങനെ നിർത്തുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മെസ്സേജ് തീർന്നില്ലല്ലോ. ഞാൻ നിനക്ക് കുഴപ്പമാണ് ഒരു കാര്യം, ഞാൻ വേലി പൊളിച്ചു തരാം, കറിക്കോളം പറഞ്ഞു. വേലി കറിക്കോ, അവനുള്ളത് മുഴുവൻ തൊട്ടു. പക്ഷെ ഒരു കാര്യം, അവൻ്റെ പ്രാണനെ മാത്രം അതെൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. നിന്നെ കയറി എവിടെയും പിശാചിനെ തൊടാൻ പറ്റുന്നില്ല. പ്രാണനെ തൊടങ്ങി തമ്പുരാൻ അനുവദിക്കണം. അങ്ങനെ പിശാചിന് നല്ല കൃപ നിൽക്കുന്നവനോടൊന്നും കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കത്തില്ല, തൊടാനും നോക്കത്തില്ല. അവൻ അവിടെ ഇവിടെയൊക്കെ നോണ്ടും. പക്ഷേ വിഷയം വിശ്വാസം ഉറച്ച് നിൽക്കുമെന്ന് തമ്പുരാന് നല്ല ഉറപ്പാണ്. അതേസമയം പത്രോസിനെ പറ്റി കർത്താവിൻ്റെ ഇടയ്ക്ക് പിശാച് പറഞ്ഞ് ഞാൻ അവനെ ഗോതമ്പ് പോലെ പാറ്റട്ടെ. അപ്പോൾ ഭർത്താവ് പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെ പറയും എൻ്റെ ആശയത്തിൽ, പ്ലീസ് പിശാച് അവനെ ഒരു കാരണവശാലും തുടരുത്. 3 ആഴ്ച പിന്മാറ്റത്തിൽ പോയിട്ട് ഇപ്പോൾ വന്നതുള്ളൂ. അവനെ ആഴ്ച 4 വട്ടമാണ് പോകുന്നത്. ദൈവത്തെ ഓർത്ത് അവനെ തുടരും. മാസിയോത്തിന് മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പോയതാ. മീൻ കറി അവന് മീൻ കഷണം കിട്ടിയില്ല, പുളിയാ കിട്ടിയ കൊടംപുളി കിട്ടിയതിന് പേര് പിണങ്ങി പോയതാ. ഡിസംബർ 31 ഭക്ഷണം ഉണ്ടായിരുന്നു, മിച്ചർ കിട്ടാതെ പിന്നെയും പിണങ്ങിപ്പോയതാ. അങ്ങനെ പുള്ളി മീനും മിച്ചറും കിട്ടാൻ എത്രയോ പ്രാവശ്യം ഇവിടുന്ന് അങ്ങനെ പോകുന്നവരുണ്ട്. നിസാര കാര്യത്തിന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല, അവധിയും വന്ന് എല്ലാവരും കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ പേര് ഞാനിനി ഇങ്ങോട്ട് ഹലോ സ്തോത്രം. ഈ അവനെ തൊടല്ലേ, അവൻ അല്പവിശ്വാസിയാണ്. അവനെ തൊടല്ല. അത് കർത്താവിനോട് ചോദിച്ചു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റ 3 വട്ടം എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്റെ വിശ്വാസം പോയി പോകുമെന്ന് പറഞ്ഞ് നിന്നെ കൊടുത്തില്ല. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നമ്മളെയൊക്കെ കർത്താവിന് നന്നായിട്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്തോത്രം. പക്ഷെ യോബിനെ പറ്റി പറയാൻ നോ പ്രോബ്ലം, എടുത്തു. അവൻ വിശ്വാസം നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു. 42-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യമൊക്കെ പുള്ളി ആഴത്തിൽ നിന്നുകൊണ്ട് യോബ് ഒരു ദൂതം കൊണ്ട് പറഞ്ഞു, നിനക്കൊന്നും അസാധ്യമല്ലെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഒന്ന് ബാക്കി വായിക്കാമോ? 42:2 ഒന്ന് വായിച്ചിട്ട്. 42 ദൈവവാസി ഒന്ന് എടുത്താട്ടെ എല്ലാവരും പെട്ടെന്ന്. ആരിലും എടുത്തു. യോബ് 42. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലവും കഴിയുമെന്നും, അതാ പറഞ്ഞ വിശ്വാസം. ഈ നഷ്ടപ്പെട്ടതിനെല്ലാം മടക്കിക്കൊണ്ടുവരാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. സർപ്പത്തിന്റെ വഴി എനിക്ക് അറിഞ്ഞുകൂടാ, കപ്പലിന്റെ വഴി എനിക്ക് അറിഞ്ഞുകൂടാ, കഴുകന്റെ വഴി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിവുള്ളവനല്ല, പക്ഷെ എനിക്കൊന്നറിയാം, നിനക്ക് സകലവും കഴിയുമെന്ന് എനിക്കറിയാം. ദൈവത്തെ കുറിച്ച് പറ, എന്റെ ദൈവത്തിന് സകലവും കഴിയും. എന്റെ രോഗത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. എന്റെ തലമുറയുടെ വിഷയത്തിന് വിടുതൽ തരാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ഭാവിയെ ദൈവത്തിന് പണിയാൻ കഴിയും.
worry. സ്തോത്രം.